കേരള സ്റ്റേറ്റ് CSE അസോസിയേഷൻ വളരെ അഭിമാനത്തോടു കൂടി അഭിമാന പുരസ്കാരം സമർപ്പിക്കുകയാണ് വിസ്ഡം വർക്ക്ഷോപ്പ് 2025 എന്ന ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ CSE-VLE-കളുടെ ഏറ്റവും വലിയ ഒരു സംഘടനയായ കേരള സ്റ്റേറ്റ് CSE-VLE അസോസിയേഷൻ നാളിതുവരെയുള്ള VLE-മാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടതുപോലെ, അല്ലെങ്കിൽ VLE-മാരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ഇനിയും തുടർന്നും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി എല്ലാ അപ്ഡേറ്റുകളും VLE-മാരിലേക്ക് എത്തിക്കുന്നതിലും കാലാനുസൃതമായ മാറ്റങ്ങൾ VLE-മാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന്റെ ഭാഗമായുമാണ് നമ്മൾ ഇതുപോലെ ഒരു വിസ്ഡം വർക്ക്ഷോപ്പ് എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന 15ഓളം വരുന്ന വൈവിധ്യങ്ങളാർന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത്. 15ഓളം വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ മികവുറ്റ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒത്തിരി ആളുകളെ കൊണ്ടാണ് അതിന്റെ ക്ലാസ്സുകൾ നയിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഔപചാരികമായിട്ട് ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പരിവാഹൻ ഫേസ്ലെസ് സർവീസസ് ആൻഡ് MVD ആക്ട്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ മോട്ടോർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്ററുമായിട്ടുള്ള ശ്രീ TJ തങ്കച്ചൻ സാറാണ്. TJ തങ്കച്ചൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്നതിലേക്കായും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിലേക്കുമായി ഈ ഗ്രൂപ്പിനകത്തേക്ക് വളരെ കൃത്യസമയം പാലിച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള അസോസിയേഷന്റെ മുഴുവൻ അംഗങ്ങളെയും സ്നേഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക്, ഇങ്ങനെ ഒരു ഇവന്റിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ ശരത് ലാലിനെ ബാക്കിയുള്ളവരാരും എനിക്ക് പരിചയമില്ല. പലപ്പോഴും ഞാൻ പല സമയത്തായിട്ടും ഇവരെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. എൻ്റെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ പല CSE-യിലും ഞാൻ കടന്നു ചെല്ലുമ്പോൾ കോപ്പി എടുക്കാനാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ലേണേഴ്സ് ലൈസൻസിന്റെ ഒരു അപേക്ഷ കൈകാര്യം ചെയ്യുന്നു. ലേണേഴ്സ് ലൈസൻസിൽ നേരത്തെ ഇപ്പൊ നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഈ ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നത് ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ഇരുന്നാണ് ടെസ്റ്റ് നടത്തിയിരുന്നത്. പിന്നീട് അന്ന് തന്നെ നമ്മൾ ഇതിന്റെ ആ ഒരു അപാകതയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. കാരണം ഞാൻ കാസർഗോഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കാസർഗോഡുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കന്നഡ അറിയാവുന്ന ആൾക്കാര് കന്നഡ മാത്രം അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ബോർഡർ സൈഡിലൊക്കെ അന്ന് ആ സമയത്ത് മലയാളവും കന്നഡയുടെയും ഈ ലേണേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും പലരും ഒത്തിരി ഇല്ലിറ്ററേറ്റർ ആയതുകൊണ്ടും ചില സമയത്ത് ഈ എന്താ പറയാ പ്രായത്തിന്റെ ഒക്കെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടൊന്നും ആൾക്കാർക്ക് ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് തിരിച്ചയക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇന്ന് നമ്മൾ ഈ അവിടെ ലൈസൻസ് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ കോവിഡിന്റെ ഒരു സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ ലൈസൻസ്, നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരു ലൈസൻസ് ഉള്ള ഒരു ഇൻസ്ട്രക്ടർ പുറകിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം പലരും അത് ചോദിച്ചിരുന്നു. അപ്പൊ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് കുറിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി, നമ്മളുടെ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 3-ൽ B3 എന്ന് പറയുന്നത് എങ്ങനെ എന്താ ആയിരിക്കണം, ഒരു ലേണേഴ്സ് ലൈസൻസിനുള്ള ഒരാൾക്ക് മാത്രമേ, ലൈസൻസ് ഇല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അത് ഈ 3B-യിൽ പറയുന്നത് ഈ ലൈസൻസ്, ഈ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയോടൊപ്പം ഒരു ഇൻസ്ട്രക്ടർ, അപ്പൊ ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അറിയാലോ അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇൻസ്ട്രക്ടർക്ക് ഇപ്പം മിനിമം യോഗ്യതകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് തന്നെ 5 വർഷത്തെ മിനിമം യോഗ്യതയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പുള്ളിക്ക് ഇതിന്റെ എക്സ്പീരിയൻസ്, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഇതിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഇയാളോട് അക്കമ്പനി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സൈഡിലാണോ പുറകിലാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നമുക്കറിയാം, പഠിപ്പിക്കുന്ന വാഹനങ്ങൾക്ക് ഡ്യുവൽ കൺട്രോൾ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കൺട്രോൾ ഉള്ള ആ വാഹനം അത് നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അതിന്റെ താഴെ ഈ നിയമം നമ്മൾ താഴത്തേക്ക് വായിച്ചു വരുമ്പോൾ ഒരു പ്രോവിസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ഇൻ ദ കേസ് ഓഫ് മോട്ടോർ സൈക്കിൾ, അവിടെ പറയാണ് അതായത് ഈ ഇൻസ്ട്രക്ടർ ഒഴികെ മറ്റാരെയും കയറ്റിക്കൂടാ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇൻസ്ട്രക്ടർ ഒഴികെ മറ്റൊരാളെയും കയറ്റിക്കൂടാ. അതിന്റെ മീനിങ് എന്തായിരുന്നു? ഈ കയറ്റുകയാണെങ്കിൽ ഇൻസ്ട്രക്ടറെ കയറ്റണം, അല്ലെങ്കിൽ ആരെയും കയറ്റരുത്, അയാൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കാമെന്നായിരുന്നു. ഈ മോട്ടോർ വാഹന വകുപ്പിലെ എൻ്റെ എൻറ്റയർ സർവീസിലും ഞങ്ങള് ഈ വാഹന പരിശോധനയ്ക്കിടെ ഇങ്ങനെ ഒരു ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കിടെ ഈ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പിന്നീട് പല കോടതി വിധികളും വന്നു. അതായത് ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഈ മോട്ടോർ വാഹന നിയമം 3-ൽ B പറയുന്നത് പോലെ തന്നെ ഈ മോട്ടോർ സൈക്കിളിലും ഇത് ഒരാളുണ്ടായിരിക്കണം. അത് തെറ്റാണെന്ന് പല പ്രാവശ്യവും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വാചകം ചേർത്തിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷനും അത് കോടതി നടപടികളിൽ നിന്നെല്ലാം
നമുക്ക് മുക്തി നേടാവുന്ന ഒരു കാര്യത്തിന് ഇന്നും അതിനൊരു വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്കിൾ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാള് ഒരു ലേണേഴ്സ് ലൈസൻസ് എടുക്കാനായിട്ടുള്ള ഒരാൾ വന്നു, അതിന്റെ പ്രോസസ് ഒക്കെ ചെയ്തു. ആ ലൈസൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ ലേണേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മാറ്റം വന്നിട്ടുള്ളതാണ്. അത് RTO ഓഫീസിലേക്ക് പോയി അവിടെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അയാൾ ചോദിച്ചെന്നിരിക്കട്ടെ, ഇനിയിപ്പോ നമുക്ക് ഒറ്റയ്ക്ക് ഓടിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ നിയമം പലപ്പോഴും പലതരത്തിൽ ഒരു ആംബിഗിറ്റി എന്ന് പറയും. ഒരു നിയമത്തെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒരു ജഡ്ജി പറയും പുറകിൽ ആള് വേണമെന്നില്ല, ഒരു ജഡ്ജി വിധിക്കും പുറകിൽ ആള് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറകിൽ ഒരാൾ ഉണ്ടാകുന്നതാണ് ശരി. മനസ്സിലായോ? സാർ, നമ്മൾ ടോപ്പിക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിവാഹനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫേസ്ലെസ് സർവീസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം നമുക്കറിയാം പലർക്കും ഉള്ള തെറ്റിദ്ധാരണ, ഈ ഫേസ്ലെസ് ആയതിനു ശേഷവും പല സർവീസുകൾ ചെയ്യുമ്പോഴും RTO ഓഫീസുകളിൽ ഡോക്യുമെന്റ് നേരിട്ട് എത്തിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അവിടുന്ന് നമുക്ക് സാധനങ്ങൾ ചെയ്തു തരുവുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്താൽ നമുക്ക് അബദ്ധമാവൂ, നമ്മൾ മറ്റ് ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്നത് പോലെ ആണോ എന്ന് പലരും മടിച്ചു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായമാണ് സാറേ നമുക്ക് വേണ്ടത്. അതായത് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏതെല്ലാമാണ് ഫേസ്ലെസ് സർവീസ് എന്നുള്ള ഒരു സൂചന അതിൽ നമുക്ക് കാണിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തു, അതിന്റെ ഫീസ് അടച്ചതിന് ശേഷവും അതിൽ വ്യക്തമായിട്ട് എഴുതി കാണിക്കും ഇത് RTO ഓഫീസിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഫീസ് റെസീറ്റ് അത് പ്രിന്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇത് 5 ദിവസത്തിനകം RTO ഓഫീസിൽ കൊണ്ടുവന്ന് കാണിക്കണം. അല്ലെ? ഇതാണല്ലോ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ, അല്ലേ? അതെ അതെ സാർ, അതെ അതെ. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മളോട് ഒരു സൂചന തന്നു കഴിഞ്ഞു. മനസ്സിലായോ? ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിവഹൻ സേവ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇത് RTO ഓഫീസിൽ എത്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കേരള സർക്കാർ, പ്രത്യേകം ഓർക്കുക, നമ്മുടെ കേരള സർക്കാർ പലപ്പോഴും വളരെയധികം പബ്ലിക് അതിന് വളരെ വില മതിച്ചുകൊണ്ട് ഈസ് ഓഫ് ഗവേണൻസ് എന്നുള്ള ആ ഒരു സർക്കുലർ, ഇത് ഈ പരിവഹനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ട് ഇപ്പോ നമുക്കറിയാം, ഒരു വ്യക്തി അയാൾ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ട് അയാളുടെ മൊബൈലിലേക്ക് പോകുന്ന OTP ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്ട്രാക്ട് നൽകാനായിട്ട് സാധിക്കും. അപ്പോ ഇത് നിങ്ങൾ തമിഴ്നാട്ടിലുള്ള ഒരു എക്സ്ട്രാക്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും ഈ എക്സ്ട്രാക്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള എക്സ്ട്രാക്ട് വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ടുള്ള ആ പ്രോസസ്സുകളാണുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്താനായിട്ട് നിങ്ങൾക്കറിയാം, പണ്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഏത് ഓഫീസിലാണോ നിങ്ങളുടെ ഈ വാഹനം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ആ ഓഫീസിൽ നിന്നുള്ള ഒരു NOC നിർബന്ധമായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ ഓഫീസിൽ നിന്നുള്ള ഒരു NOC അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നോ ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ഇതിന്റെ ഓർഡറുകളെല്ലാം ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയോ സർക്കുലറുകളോ ഡയറക്ഷൻസോ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് അതിൽ വരുന്ന സൂചന എന്താണ്, ഇത് RTO ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കാണിക്കണോ? രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ പോലും ഇപ്പോഴും ഡീലർഷിപ്പിലേക്ക് രജിസ്ട്രേഷൻ നമ്മൾ അതിന്റെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ലഭിക്കുന്ന ആ ഒരു ഫാൻസി നമ്പറിന്റെ ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു പ്രിന്റ് റിപ്പോർട്ട് വരുമ്പോഴും അതിൽ നമുക്ക് കാണാം 5 ദിവസത്തിനകം ഈ വാഹനം RTO ഓഫീസിൽ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയല്ലേ? നിങ്ങൾ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ഈ പ്രോസസ്സിനിടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര പേര് നമ്മളുടെ MVD സൈറ്റ്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള സൈറ്റിൽ അവിടെ നിന്നുള്ള ഡയറക്ഷൻസ്, അവരുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ്, ഈ പറയുന്ന സർക്കാരിന്റെ ഉത്തരവുകൾ, ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഓപ്പൺ ചെയ്തിട്ട് ഈ സംഭവങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫേസ്ലെസ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിൽ തന്നെ സൂചനയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഫേസ്ലെസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ റിന്യൂ ചെയ്യാനായിട്ട് വരുമ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഡീഡ്യൂപ്ലിക്കേഷൻ. ഡീഡ്യൂപ്ലിക്കേഷന് സർക്കാർ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഒരു ഡയറക്ഷൻ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. ഒരു ഡീഡ്യൂപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം തന്നെ പറയാം എന്തുകൊണ്ടാണ് ഈ ഡീഡ്യൂപ്ലിക്കേഷൻ വരുന്നതെന്ന് അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങളുടെ അടുത്ത് ഒരു ലൈസൻസ് കിട്ടി,
ആ ലൈസൻസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലൈസൻസ് എടുക്കുന്നു. അപ്പോൾ അത് പണ്ട് ഇപ്പൊ ഡി ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് പുതിയ ലൈസൻസുകൾക്ക് അല്ല എന്നറിയാലോ. അപ്പൊ അതിൽ എഴുതിയിട്ടുള്ള ലൈസൻസ് നമ്പർ എന്തായിരിക്കും? 01/1234/2005 എന്നായിരിക്കും ആ ലൈസൻസിലുള്ളത്. അപ്പൊ അത് തിരുവനന്തപുരത്ത് എടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ ഈ ലൈസൻസ് കിട്ടുമ്പോൾ കാർഡ് ടൈപ്പ് ആയിരിക്കും, എന്ന് വെച്ചാൽ പഴയ ടൈപ്പ് കാർഡിലുള്ള ലൈസൻസ് ആണ്. അയാൾ വന്ന് എറണാകുളത്ത് വന്നിട്ട് ആദ്യം അവിടെ മോട്ടോർ സൈക്കിൾ എടുത്തു, എറണാകുളത്ത് വന്നിട്ട് അയാൾ LMB എടുത്തു, അല്ലെങ്കിൽ അവിടെ ഹെവി എടുത്തു. ഈ സമയത്ത് ഇത് സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പോർട്ടിംഗ് എല്ലാം നടന്നത് 2020-21 കാലഘട്ടത്താണ്. അപ്പൊ ഈ പോർട്ടിംഗ് നടന്ന സമയത്ത് വ്യക്തത ഇല്ലാതെ വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? അതിൽ നിന്ന് പോർട്ടിംഗ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ആദ്യം കിട്ടിയത് ഇപ്പൊ മിക്കവാറും അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ആദ്യം ഇഷ്യൂ ചെയ്ത ആ ഓഫീസിലെ ഡീറ്റെയിൽസ് മാത്രമേ അതിൽ കയറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ എന്താ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെ ലൈസൻസിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് നിങ്ങൾക്കറിയാം. പണ്ട് ഇതിന്റെ ലൈസൻസിന്റെ കാലാവധി നിശ്ചയിച്ചിരുന്നത് 20 വർഷത്തേക്കോ അല്ലെങ്കിൽ അയാൾ 50 വയസ്സ് തികയുന്നത് വരെയുള്ള ഒരു കാലാവധിയായിരുന്നു. അപ്പോൾ ഒരാള് ലൈസൻസ് എടുത്തു, 2005 ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈസൻസ് എക്സ്പയർ ആകുന്നത് 2025 ആ 2025 ഒരു പ്രോസസ്സും പിന്നീട് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ പോർട്ട് ചെയ്ത് വന്നപ്പോൾ എന്തായി? തിരുവനന്തപുരത്തുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഈ പോർട്ടിങ്ങിൽ വരികയുള്ളൂ. അതേസമയം ഇയാൾ എറണാകുളത്ത് വന്നിട്ട് ഇയാൾ LMV എടുത്തു, അതിന്റെ കൂടെ ഹെവി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് സംഭവിക്കാൻ പോകുന്നത് ഇയാൾ വഴിക്ക് വെച്ച് ഒരിക്കൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന പരിവാഹനിലേക്ക് അയാൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അപ്ഡേഷൻ വരില്ല. അത് തന്നെയാണ് അയാൾ ഏതെങ്കിലും പ്രോസസ്സിന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ കാണിക്കും ഇത് ഡീഡ്യൂപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ദ റെക്കോർഡ്സ് നോട്ട് ഫൗണ്ട് ഇൻ ദ റെപ്പോസിറ്ററി, ഈ രീതിയിൽ വരും. മനസ്സിലായി? ഈ റെപ്പോസിറ്ററിയിൽ വരാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാര്യങ്ങളും അതിലേക്ക് പോർട്ട് ചെയ്തിട്ടില്ല. മിക്കവാറും പേപ്പർ ലൈസൻസ് ആയിരിക്കും. ഇവിടെ ഏതാണ്ട് 2006 വരെ ഈ പേപ്പർ ലൈസൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ബുക്ക് ഫോമിലുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പോർട്ടിങ്ങിന്റെ ഒക്കെ സമയത്ത് ധാരാളം ന്യൂസ് ഒക്കെ വന്നു. ഇത് എപ്പോഴും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈ പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പേപ്പർ ലൈസൻസ് ഉള്ള ആൾക്കാർ RTO ഓഫീസിനെ സമീപിച്ചുകൊണ്ട് ഒരു ഡാറ്റ എൻട്രി ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് അത് ഈ കാർഡിലേക്ക് മാറ്റിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മളുടെ പണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പ് റൺ ചെയ്തിരുന്നത് സ്മാർട്ട് മൂവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ സാരഥിയിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം പല ഓഫീസിലും ഈ സ്മാർട്ട് മൂവ് പ്രവർത്തിക്കാതെയായി. നിങ്ങൾക്കറിയാലോ, ഒരു സോഫ്റ്റ്വെയർ കുറെ നാൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സോഫ്റ്റ്വെയർ പിന്നെ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ പേപ്പർ ലൈസൻസുമായിട്ട് എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ ഉടനെ തന്നെ പറയും ഇത് പോർട്ടിങ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് RTOസിലേക്ക് വിട്ടാൽ RTOസിൽ നിന്ന് ഇവർക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ രേഖകൾ കാണും. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, ട്രാൻസ്പോർട്ട് കമ്മീഷണർ വരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈസൻസുമായിട്ട് ഒരു വ്യക്തി വന്നാൽ ആ ലൈസൻസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഒറിജിനൽ ആണ് എന്ന ബോധ്യം. അതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം, ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിന് എനിക്ക് പരിചയം കാണും, അല്ലെങ്കിൽ ഒരു RTOയ്ക്ക് പരിചയം കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഇൻസ്പെക്ടർ നമ്മുടെ സർവീസിൽ ഉണ്ടായിരുന്നാണോ, ആ കാലഘട്ടത്തിൽ മിക്കവാറും അയാൾ എവിടെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയാ ആ ഒരു കൺഫർമേഷന്റെ, അയാളുടെ സ്വയം കിട്ടുന്ന ഒരു കൺഫർമേഷന്റെ ബേസിൽ ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കാർഡാക്കി മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പലരും അതിന് തുനിയില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിന് സ്വതവേ ഉള്ള ഒരു ഭാവം അത് നിങ്ങൾക്കറിയാം, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ പലരും അത് ചെയ്തു കൊടുക്കില്ല. പലർക്കും ഇന്ന് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം അവർ പറയും ഈ രജിസ്റ്റർ പരിശോധിച്ച് കൃത്യത വരുത്താതെ ഈ സാധനം നിങ്ങൾക്ക് ഒറിജിനൽ ഇതിലേക്ക് മാറ്റി തരില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇനിയും ആരെങ്കിലും വന്നാലും ഉടനെ തന്നെ അവരെ ഇതിലേക്ക് അത് പെട്ടെന്ന് തന്നെ തിരുത്തി കൊടുക്കാൻ, കാരണം ഇനി വരേണ്ട കാര്യമല്ല, മിക്കവാറും ആ സമയമൊക്കെ ആയി കഴിഞ്ഞു കാണും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡീഡ്യൂപ്ലിക്കേഷൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ലൈസൻസുമായിട്ട് നിങ്ങൾ അവിടെ പോകേണ്ട നിർബന്ധമില്ല. അതേസമയം പേപ്പർ ലൈസൻസ് ആണ് നോട്ട് ഇൻ റെപ്പോസിറ്ററി എന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒറിജിനൽ ലൈസൻസുമായിട്ട് നമ്മൾ ഈ RTO ഓഫീസിൽ പോയേ പറ്റൂ. ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള ലൈസൻസിന്റെ കോപ്പി നിങ്ങൾ ഇമെയിൽ അയച്ചു കൊടുത്താലും അത് കറക്റ്റ് ആക്കി കൊടുക്കണം എന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ആലുവ RTO ഓഫീസിലേക്ക് ഞാനൊരു വിവരാവകാശം തേടി. കാരണം അയാളുടെ ഒറിജിനൽ ലൈസൻസ് ഞാൻ കണ്ടു, അയാൾക്ക് ലൈസൻസ് 2030 വരെ ഉണ്ട്. പക്ഷേ RTO ഓഫീസിൽ നിന്നും കിട്ടുന്ന രേഖകളിൽ അയാളുടെ ലൈസൻസ് 2019 തീർന്നതായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് വന്ന RTI റൈറ്റ് ടു ഇൻഫർമേഷനിൽ വന്നത്. ഉടനെ തന്നെ ഞാൻ അപ്പീൽ പോയി.
അപ്പോൾ പറഞ്ഞ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത തെറ്റൊന്നുമല്ല, കാരണം നമുക്ക് പരിവഹനിൽ ഈ സാരഥിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ അവരത് സ്മാർട്ട് മൂവിലും കൂടി പരിശോധിച്ച് അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു എന്നുള്ളതായിരുന്നു വിഷയം. സാറേ, കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈസൻസ് റിന്യൂവലിന് കൊടുത്തിരുന്നു. ആ. അപ്പം അതിന്റെ സ്റ്റാറ്റസ് നോക്കിയപ്പം ഫ്ലോസ് ആർ ഇൻകംപ്ലീറ്റ്, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി, ഫ്ലോസ് ആർ ഇൻകംപ്ലീറ്റ്, കോൺടാക്ട് RTO എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും സാറേ? അതായത് ഫ്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത വിധം ഉള്ള എന്തോ തകരാറുകളാണ് ഈ ഫ്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോ മുഖ്യമായിട്ടും ചിലപ്പോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഈ ഇതിന്റെ എന്താ പറയാ ഫോട്ടോസോ, മനസ്സിലായോ, സ്കാൻഡ് ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ ക്ലിയർ ആയിരിക്കുന്നില്ല എന്നുള്ളത് ആകാം. അതുകൊണ്ട് എന്തായാലും ആ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നെ അതിൽ തന്നെ ഉണ്ട് അല്ലേ. അവർ പറയുന്നു ആ ഫ്ലോസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ലൈസൻസുമായിട്ട് RTO ഓഫീസിനെ സമീപിക്കുക എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. എന്തെങ്കിലും റിജക്ഷൻ ഉണ്ട് വെച്ചെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നോക്കി കഴിഞ്ഞാല് അവര് റിട്ടേൺ അയച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ റീസൺ റെഡ് മാർക്കിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇങ്ങനെ ഫ്ലോസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്തിട്ട് അതിൽ അടിയിൽ റീഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വെരി ഗുഡ്. ആ റീഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് അപ്പൊ ഒന്നുകൂടി ക്യാപ്ച അടിക്കാൻ പറയും. ക്യാപ്ച അടിച്ച് പ്രൊസീഡ് കൊടുത്തിട്ട് വെച്ചെങ്കിൽ ആ ഫ്ലോ കംപ്ലീറ്റ് ആവും. ഈ ഡ്രൈവിംഗ് ഹെവി ലൈസൻസ് സറണ്ടർ ചെയ്യുകയും മറ്റ് ലൈസൻസ് റിന്യൂ ചെയ്യുകയും കൂടെ ചെയ്യാനേ ഒറ്റ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരം ജീഷ്മ പറയും. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അത് തീരുന്നതിന് മുമ്പ് ഇത് നടക്കില്ല എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ജീഷ്മ തന്നെ പറഞ്ഞോളൂ മോനെ. അത് ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഓപ്ഷൻ വന്നത് എന്താന്ന് വെച്ചാല് സറണ്ടർ കൊടുത്തിട്ട് ആ ആപ്ലിക്കേഷനിൽ തന്നെ റിന്യൂവലും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് ആ ആപ്ലിക്കേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ആയ ശേഷം നമുക്ക് ആ ആപ്ലിക്കേഷനിൽ തന്നെ കയറിയിട്ട് ആഡ് ചെയ്തിടാൻ പറ്റുന്നുണ്ട്. മുന്നേ ഇതുപോലെ പറ്റിയിരുന്നില്ല. നമുക്ക് ഡേറ്റ് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ആദ്യം പറ്റുള്ളായിരുന്നു. ഇപ്പൊ പറ്റുന്നുണ്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് NICയുടെ ഒരു തകരാറ് തന്നെയായിരുന്നു. മനസ്സിലായോ? നമുക്ക് എപ്പോ വേണമെങ്കിലും ഇത് ചെയ്യാൻ കഴിയണം. കാരണം നമ്മുടെ ലൈസൻസ് എല്ലാം റിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് 1 വർഷം മുമ്പേ അതിന് സമയം തന്നിട്ടുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതാണ്. അവിടെയാണ് ഇത് എത്ര എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നുവെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഈ പ്രോസസ്സുകളാണ് ഇതിലുള്ളത്. അത് തന്നെയാണ് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ. NIC അവരെ 100% കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ഈ പരിഷ്കരിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു ജീഷ്മ, ഞാനതാ പറഞ്ഞത്, ഇത് ജീഷ്മ പറഞ്ഞ കാര്യം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സറണ്ടറും റിന്യൂവലും ഇപ്പൊ ഒരുമിച്ച് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സാറേ, ഈ ചില RTO ഓഫീസുകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി അറ്റസ്റ്റേഷൻ ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള RTO ഓഫീസിൽ സെൽഫ് അഫിഡവിറ്റ് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഇത് റെഗുലറൈസ് ചെയ്യാത്ത എല്ലാ RTO ഓഫീസുകളും പലതരത്തിൽ അത് ആവശ്യപ്പെടുന്നത്? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് ഇതിന്റെ ആ ലൈസൻസ് ഹോൾഡർ തന്നെ ചെന്നാൽ ഒരു കാരണവശാലും ഈ മുദ്രപത്രത്തിലുള്ള ഒരു അഫിഡാവിറ്റിന്റെ ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സർക്കുലർ ഉണ്ട്. അപ്പൊ കഴിയുമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ പണി കൊടുക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ല, പണി കൊടുക്കേണ്ട സ്ഥലത്ത്, അത് എന്റെ സുഹൃത്തുക്കളായാൽ പോലും ഞാൻ പറയുന്നത് പണി കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ പണി കൊടുത്തിരിക്കണം. ഈ ഒരു സർക്കുലർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാത്തിന്റെ ഒരു സർക്കുലർ നിങ്ങളൊരു ഫയൽ കീപ്പ് ചെയ്യുക. ഒരു ബോക്സ് ഫയൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിച്ചതിന് ശേഷം ഈ സർക്കുലറുകളിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ചെല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് അയാളുടെ ഒരു സെൽഫ്, അതായത് അഫിഡാവിറ്റ് മാത്രം മതി. പക്ഷെ പ്രോബ്ലം വേറൊരു കാര്യം ഇതിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഈ പറയുന്ന സാരഥി സൈറ്റില് അതിൽ ഒരു എന്താ പറയുക, ഒരു അഫിഡാവിറ്റ്, നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് വേണം എന്ന് ഒരു എഴുത്തുണ്ട്. അപ്പൊ അതാണ് ഈ പറയുന്ന അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മോർത്ത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സൈറ്റ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് വാദിക്കേണ്ടത് സൈറ്റ് എന്ത് പറഞ്ഞാലും, കാരണം അത് സൈറ്റ് ചിലപ്പോൾ നമ്മുടെ ഇത് മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ചെയ്യേണ്ട ആയിരിക്കാം എന്ന് നമ്മൾ വാദിക്കാം. കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കൃത്യമായിട്ടുള്ള സർക്കുലറിൽ പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഈസ് ഓഫ് ഗവേണൻസ് എന്നുള്ള ആ ഒരു തത്വമാണ് അവർ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക്. കാരണം നമ്മുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഈ സാരഥി സൈറ്റിൽ കിടക്കുന്നു. അപ്പൊ അതിന് ശേഷമാണ് നമ്മളോട് പറയുന്നത് ഇയാള് തന്നെയാണ്
എന്ന് ബോധിപ്പിക്കാനായിട്ട് ഇനി ഒരു നോട്ടറിയുടെ അഫിഡാവിറ്റും കൂടി ആവശ്യമൊന്നുമില്ല. അയാൾ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാണ്. ആധാർ കാർഡും അയാളുടെ ഈ പറയുന്ന ലൈസൻസിന്റെ ഒരു കോപ്പിയുമായിട്ട് അയാൾ മുന്നിൽ നിൽക്കുമ്പോഴും പറയാണ് ഇത് നീയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത് കിട്ടിയാലേ ഇത് ചെയ്തു തരുവുള്ളൂ എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ എന്താ പറയാ, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഫൈനുകൾ വരുന്നത് നമ്മുടെ കസ്റ്റമർ അറിയുന്നില്ല. കാരണം RC ബുക്കിൽ പലപ്പോഴും കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് വർക്കാവില്ല, കൊടുത്തിട്ടുണ്ടാവില്ല. സോ മെനി റീസൺസ് ആർ ദെയർ. പക്ഷേ ഇത് നമ്മൾ ഫൈൻ അടയ്ക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫൈൻ ഉണ്ട്, അത് ഓൾറെഡി വെർച്വൽ കോർട്ടിലേക്കാണ് പോയിരിക്കുന്നത്. വിർച്വൽ കോർട്ടിലേക്ക് പോയ ഫൈന് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റും. വിർച്വൽ കോർട്ടിന്റെ സൈറ്റിൽ കയറിയിട്ട് അടിക്കാൻ പറ്റും. അതിൽ 2 സെക്ഷനാണ് ഉള്ളത്, കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റും. അപ്പൊ നമ്മൾ ചെലാന്റെ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പോലീസിന്റെ ആണോ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണോ എന്നുള്ളത്. അപ്പൊ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെലാൻ നമ്പറോ വെഹിക്കിൾ നമ്പറോ മൊബൈൽ നമ്പറോ അടിച്ച് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കോർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കോർട്ടിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. ഈ കോർട്ടിൽ നിന്നും അത് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ കോർട്ടിലേക്ക് പോകും. അപ്പൊ മാത്രമാണ് നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട്. മിക്കതും ഒരുവിധം ഫസ്റ്റ് തന്നെ ആർക്കും അങ്ങനെ മെസ്സേജ് വരുന്നില്ല. ഈ കോർട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പോലും മെസ്സേജ് വരുന്നുള്ളൂ. കോർട്ടിലേക്ക് ഇങ്ങനെ പോയി 500 രൂപയാണെന്നുണ്ട് വെച്ചിങ്ങനെ കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 1000 രൂപയാവും. കേരള പോലീസിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷനാണ് അടിച്ചു വെച്ചിങ്ങനെ അവിടെ ഒരു അപേക്ഷ കൊടുക്കണം. അതായത് റെഗുലർ കോർട്ടിലേക്ക് പോകുന്നത് എന്തോ അദാലത്ത് പോലെ ഒരു സംവിധാനം അത് നടപ്പിലാക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു റെഗുലർ കോർട്ടിലെ. അത് കുറച്ച് തിരിച്ച് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ അത് എല്ലായ്പ്പോഴും അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകം അല്ലെങ്കിൽ ഈ മിക്കവാറും എല്ലാ വാഹന ഉടമകൾക്കും അറിയേണ്ടുന്ന ഒരു കാര്യമാണ് അവരുടെ മൊബൈൽ നമ്പറുകൾ. ഇപ്പൊ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിന് ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണെന്നും കൂടി മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ തന്നെ ഈ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കാരണം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ചലാനുണ്ടോ എന്ന് പരിശോധിക്കുകയല്ലാതെ ഇതിന് ഒരു മാർഗവും ഇല്ല. നമ്മളിപ്പോ സർക്കാരിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം സർക്കാർ ഒരു കാര്യം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് വളരെ ട്രാൻസ്പെയറന്റ് ആയിരിക്കണം, അതിൽ ഒരു തരത്തിലുള്ള തട്ടിപ്പും നടന്നുകൂടാ എന്നുള്ള രീതിയിലാണ്. ഇയാളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതി വന്നു. കാരണം ഒത്തിരി തട്ടിപ്പുകൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരാളുടെ പണ്ട് ഭീഷ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഈ മൊബൈൽ നമ്പർ മാറ്റാൻ പോലും മറ്റൊരു മൊബൈൽ നമ്പർ നേരത്തെ ഉണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP പോകണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും മാറ്റാമായിരുന്നു. ഇപ്പൊ ഞാനൊരു പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ജീഷ്മി ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ മൊബൈൽ നമ്പർ ചുമ്മാ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. വെർച്വൽ കോർട്ടിന്റെയും അതേപോലെ തന്നെ കോർട്ടിലേക്കും പോകുന്ന ഒരു ഇത് പറഞ്ഞല്ലോ, അതിന്റെ ടൈം ഷെഡ്യൂൾ ഒന്ന് പറയാമോ സാർ? നമുക്കൊരു ഫൈൻ ആയി ഇത്ര സമയം കഴിഞ്ഞ് വെർച്വൽ കോർട്ടിലേക്ക് പോകും, അവിടെ ഇത്ര ദിവസം കഴിഞ്ഞാൽ അതായത് സാധാരണഗതിയിൽ ഇവര് ഇപ്പൊ ഫൈനിന്റെ 30 ദിവസത്തിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ഫൈൻ നമുക്ക് വെർച്വൽ കോർട്ടിലേക്ക് പോകാതെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അറിവ്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് 30 ദിവസം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു നിയമമോ നിബന്ധനയോ വെച്ചിട്ടില്ല. ഇപ്പൊ ഒരു വാഹന പരിശോധന നടത്തുന്ന ഒരു വ്യക്തി, ഇത് പോലീസുകാരാണ് പെട്ടെന്ന് ഇത് കാരണം വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഫൈനുകൾ എത്രയും പെട്ടെന്ന് ഇത് പെറ്റി കേസായിട്ട് ഇവർക്കത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ കേസ് എഴുതിക്കൊണ്ട് മാത്രമായില്ല, അതിന്റെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നമ്മളുടെ ഒരു CIക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകിൽ വെർച്വൽ കോർട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് പോലീസ് സ്റ്റേഷനോ കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഫൈനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിനെങ്കിലും ഉള്ളിൽ അത് അടച്ചിട്ടില്ലെങ്കിൽ അത് വെർച്വൽ കോർട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ കൃത്യമായിട്ട് 30 ദിവസം കഴിഞ്ഞ് കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു പോലീസുകാരൻ ഒരു ദിവസം 10ഉം 20ഉം കേസ് എഴുതുന്നുണ്ടാവും. 30 ദിവസം കഴിയുമ്പോഴത്തേക്കും 10ഓ 600ഓ കേസുകൾ 30 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ അയാൾ പലപ്പോഴും അയാൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇത് അയാളുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കും. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലായോ? കൃത്യമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിർച്വൽ കോർട്ടിലേക്ക് പോകുന്ന ഫൈൻ റെഗുലർ കോർട്ടിലേക്ക് പോകുന്നത് ഏകദേശം 90 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളും കൂടെ നടത്തുന്ന ആളാണ്. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ ഈ 86 ഓഫീസുകളിലും 86 നിയമം പോലെയാണ്. നമുക്ക് ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ സർക്കുലറുകളും നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണമെങ്കിലും
86 സ്ഥലത്തും വ്യത്യാസമായ രീതികളാണ്. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യുമ്പോൾ അവിടെ ചില സ്ഥലത്തൊക്കെ ഒറിജിനൽ ലൈസൻസ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. എന്നാൽ ചില ഓഫീസുകളിലേക്ക് ആണെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യണം, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ പല സ്ഥലത്തും പല രീതികളാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞാൽ എല്ലാവർക്കും ഇതിനകത്ത് പലർക്കും ഈ അപ്ലോഡ് ഡോക്യുമെന്റ് റിജക്ട് ചെയ്തത് കാരണത്താൽ ലൈസൻസ് കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഒരുപാട് പേര് ഈ VLE-കളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത് അതിനൊരു ക്ലാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം സർ. ഇതിന് ഒരു ക്ലാരിറ്റിയും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോസസ്സിന്റെ സമയത്ത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ലൈസൻസ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് അതായിരിക്കണം അപ്ലോഡ് ചെയ്യണമെന്ന് അത് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എന്താ പറയാ, പലരുടെയും ഈ ലൈസൻസുകൾ സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ അത് ഒറിജിനൽ അല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ കോപ്പിയുടെ ഒരു പോർഷനാണ് അത് സ്കാൻ ചെയ്ത് കയറ്റിയിട്ടുള്ളത് എന്നത് കാണുമ്പോഴാണ് പലപ്പോഴും ഇത് എന്താ പറയാ, ഈ ഫ്ലോസ്നോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ അവർ കണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. മനസ്സിലായി? ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് കേരളത്തിലുള്ള ഈ എല്ലാ ഓരോ ഓഫീസിൽ ഇരിക്കുന്ന ആ ഒരു MVAയുടെ ഒരു രീതിയല്ല മറ്റൊരാള്. ഞാൻ കാസർഗോഡ് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വരുന്നത് ഞാൻ അന്നും സ്വീകരിച്ചു. കാരണം അന്നും ഇതുപോലെ തന്നെ നിയമം ഉണ്ടായിരുന്നു. നമ്മൾ ഒറിജിനൽ ഇതിന്റെ ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി. ഈ വ്യക്തിക്ക് വേണ്ടി മറ്റൊരാൾ പ്രതിനിധീകരിച്ച് വരുന്നതെങ്കിൽ ഈ വേറൊരു അഫിഡാവിറ്റ്, നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് വേണം എന്നുള്ളതായിരുന്നു നിയമം. അത് വീണ്ടും വളരെ ക്ലാരിറ്റിയോട് കൂടി ഇത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോ ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പല ഓഫീസിലും RC അത് സ്കാൻഡ് കോപ്പി അത് എടുത്തതിന് ശേഷം വീണ്ടും അറ്റസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് കയറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, നമുക്കിപ്പം എബ്രോഡുള്ള ഒരു വ്യക്തിക്ക് ലൈസൻസ് പുതുക്കാനായിട്ട് ഇപ്പൊ എബ്രോഡാണ് പുള്ളിയെങ്കിൽ പുള്ളിക്ക് അവിടെയുള്ള ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇവിടെ അക്സെപ്റ്റ് ആയിരിക്കുമോ? ഇവിടെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിലവിലുള്ള ഒരു ഡോക്ടർ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് തന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. അതിപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ അതിന്റെ ഒരു PDF എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുക എടുത്തിട്ട് അയാൾ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് ഇതിൽ നമുക്ക് തന്നിട്ടാണെങ്കിൽ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ഫോം അവരുടേതായിട്ടുണ്ട്. പക്ഷെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു മുന്നേ തന്നെയുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഒരു രീതി ഈ ഡോക്ടർ തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിയമം പറയുന്നത്. പക്ഷെ ഇപ്പോഴും അത് നടപ്പിലായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്നും ഈ ഒരു ലൈസൻസ് റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. അത് ഇപ്പോഴത്തെ കേസ് എനിക്ക് തോന്നുന്നത് ജീഷ്മ ഒരു കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ തരും. അത് അയാളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അതിലായിരിക്കണം ഈ ആളുടെ ഫോട്ടോ ഒട്ടിക്കലും അതിൽ മറ്റ് ഈ പറയുന്ന 6x6 അല്ലെങ്കിൽ ഏതാണെന്നും ആ ഡോക്ടർ പരിശോധിച്ചിട്ട് അയാളുടെ ഈ ഡോക്ടറുടെ സീല് ഇതിന്റെ ഫോട്ടോയുടെ മുകളിൽ വരത്തക്ക രീതിയിലും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് ഇവര് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ല, ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടല്ലോ സാറേ, ഞാൻ അതുകൊണ്ട് ഇന്റർനാഷണൽ ലൈസൻസ് ഒന്നും റിന്യൂവൽ ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു സംഭവമൊക്കെ നിയമത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇന്റർനാഷണൽ ലൈസൻസ് അല്ലെങ്കിൽ തന്നെ റിന്യൂവബിൾ അല്ല. പണ്ട് തന്നെ ഇത് റിന്യൂവബിൾ അല്ല. നമ്മൾ രണ്ടാമതൊരു ലൈസൻസ് എടുക്കലേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. മനസ്സിലായി? ഇന്റർനാഷണൽ ലൈസൻസ് ഇവിടെ റിന്യൂ ചെയ്ത് കൊടുത്തിട്ട് ഒരു സംഭവം ഇതുവരെ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല.